അഞ്ജിത, കലാകേരളത്തിൻ്റെ പുത്തൻ പ്രതിഭകളെ കണ്ടെത്താനായിട്ട് കൊല്ലം ഉണർന്നു കഴിഞ്ഞു. രാവിലെ മുതൽക്ക് തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ തിരക്കുണ്ട്. സ്റ്റേജ് ഇപ്പോൾ ആളുകളില്ല എങ്കിൽ പോലും അല്പസമയത്തിനകം ഉദ്ഘാടനം നിർവഹിക്കും. 10 മണിക്കാണ് ഇനോഗ്രേഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഈ ഒരു ഗ്രൗണ്ടിലേക്ക്, പ്രധാന വേദിയായിട്ടുള്ള ആശ്രാമ മൈതാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു വേദിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രാക്ടീസിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഒരു ഭാഗത്ത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബാൻഡ് സെറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരവധി വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു വേദി പൂർണ്ണമായും, ഈ ഒരു സ്റ്റേജ് പൂർണ്ണമായും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും കൊണ്ട് നിറയും. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെ പോകുന്നു ഈ ഒരു ആരവമൊക്കെ? അതെ, ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ളത് മംഗലംകളി എനിക്ക് തോന്നുന്നു അഞ്ജലിക്ക് കുറച്ചുകൂടി അറിയാമെന്ന് അതിനെ പറ്റിയിട്ട്. ഒരു കാസർഗോഡ് ഭാഗത്ത് ഒരു ഗോത്രവർഗ വിഭാഗത്തിന്റെ ഒരു മംഗലം, അവര് പ്രധാനപ്പെട്ട ഈ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ടൊക്കെ കളിക്കുന്നതാണ്. ഇങ്ങനെ ഈ വട്ടത്തിൽ ചേർന്നിട്ട് കൈകൊട്ടി തിരിഞ്ഞു കളിക്കുന്ന ഒരു കളിയാണത്. ഈ ഒരു കലോത്സവത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കളി, ഗോത്ര വിഭാഗത്തിന്റെ ഒരു അനുഷ്ഠാന കല ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതെ, അത്രമാത്രം വൈവിധ്യങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ കലോത്സവ വേദിയിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ചെണ്ടമേളം ഇവിടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കാണുക എന്നുള്ളതാണ് ആദ്യത്തെ അജണ്ട. പിന്നീടാണ് ഉദ്ഘാടന സമ്മേളനം വരുന്നത്. നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്, ഒരു കുട്ടി അതിഥിയുണ്ട്. ഉറുദു ഗസലിൽ മത്സരിക്കാനെത്തിയ അഹമ്മദ് നജാദ് ഉണ്ട്. അഹമ്മദ് നജാദെ, പണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ, സെൻറ്റ് ജോസഫിലും ബോയ്സിലും പഠിക്കുമ്പോൾ ഞാൻ ഉറുദു പദ്യത്തിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പാടുന്ന കറക്റ്റാണെന്ന് നോക്കണേ. ബാസി ജയത് ബാൽ ഹേ ദുനിയാ മേരെ ആഗേ. ഇത് വെച്ച് ഞാൻ കുറെ നാൾ ജീവിച്ചതാണ്. ഇത് ഗസൽ, ഇത് ഉറുദു തന്നെയാണോ? ഇത് ആണ്. ഓക്കെ, ചെറുക്കൻ സമ്മതിച്ചിട്ടുണ്ട്, സന്തോഷമായി. ഓക്കെ, അവന് സർട്ടിഫിക്കറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നജാദിന്റെ വിശേഷങ്ങൾ താണ്ടേ നമുക്കറിയാം. അഞ്ജലി ചോദിച്ചോ. എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് നജാദ്. കൈപ്പമംഗലത്താണ് വീട്. എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്തായിട്ട് വരും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷനും ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചത് ഗസൽ. ഒറ്റയ്ക്കാണോ പഠിച്ചത്? ഏത് ക്ലാസ്സിലിപ്പോ? 8th. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അതിനു മുമ്പേ അവൻ ഉപജില്ലയിൽ 2ാം സ്ഥാനമായിരുന്നു. അവൻ അപ്പീൽ നേടി, ജില്ലയിൽ 1ാം സ്ഥാനം നേടി. എന്താ പറയാ, വലിയ വളരെ സിനിമാറ്റിക് ആയിട്ടാണല്ലേ സംസ്ഥാന കലോത്സവം എത്തുന്നത്. അപ്പോൾ പാടിക്കോ. നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാമോ? क्या टूटा है अंदर अंदर, क्यों चेहरा कुमलाया है, तन्हा तन्हा रोने वालों, तन्हा तन्हा रोने वालों, कौन तुम्हें याद अंदर अंदर, क्यों चेहरा कुमलाया है. ശരി, അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ ഇന്നിപ്പം നിരവധി 59ഓളം ഇനങ്ങളാണ് ഇന്ന് പല വേദികളായിട്ട് നടക്കുന്നത്. ഏത് ഐറ്റം കാണാനാണ് രാഹുലെ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതുപോലെ ഗസൽ കേട്ടപ്പോ, ഇനി ഗസൽ ഹാർമോണിയം കാര്യങ്ങളൊക്കെ ഇല്ലേ, എങ്ങനെ അല്ല ഹാർമോണിയം വായിച്ചിട്ടല്ലേ? അപ്പൊ ഗസൽ കേട്ടപ്പോ തന്നെ നോക്കി, ഈ വലിയ പാട്ടിനും ബഹളത്തിനും ഇടയിൽ അവൻ പാടിയപ്പോ തന്നെ വളരെ ഹൃദ്യമായിട്ട്, അതെ,